പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. നമ്മളെന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 3-ാം തവണ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പേര് അജിത് ഡോവൽ. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവൽ. 3-ാമത്തെ പ്രാവശ്യമാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. ഏറ്റവും കൂടുതൽ കാലം സെർവ് ചെയ്തിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് ചോദിച്ചാൽ അത് അജിത് ഡോവൽ ആണ്. ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യം, അതായത് ജൂൺ 5-ാം തീയതി അദ്ദേഹത്തിന്റെ 2-ാമത്തെ ടേം അവസാനിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അതായത് 3-ാമത്തെ പ്രാവശ്യം. ഇന്ത്യ ചൈനയുടെ ആ ഒരു ബന്ധത്തെ വളരെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. 1968 അദ്ദേഹം IPS ഓഫീസർ ആയിട്ടുള്ളത്. കേരള കേഡർ എന്നാണ് അദ്ദേഹം IPS ഓഫീസർ ആയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും ലോങ്സ്റ്റ് സെർവിംഗ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അത് അജിത് ഡോവലാണ്. ഇന്ത്യയും US തമ്മിലുള്ള ആദ്യ ക്രിക്കറ്റ് മത്സരം ഏത് ഫോർമാറ്റിലാണ് നടന്നത്? T20 ഫോർമാറ്റ്. അപ്പോൾ T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. US-ലും വെസ്റ്റ് ഇൻഡീസിലായിട്ടാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യയും US തമ്മിലുള്ള ആദ്യത്തെ ഒരു മത്സരമാണ് ഇന്ത്യ US-ന്റെ. ഇത് നടന്നിട്ടുള്ളത് T20 വേൾഡ് കപ്പിലാണ്. ഇതിൽ ഇന്ത്യ 7 വിക്കറ്റിന് വിജയിച്ചു. ക്രിക്കറ്റ് മത്സരത്തിൽ 3 ഫോർമാറ്റാണ് ഉള്ളത്. ഒന്ന് വൺ ഡേ ഇന്റർനാഷണൽ, മറ്റൊന്ന് ടെസ്റ്റ്, മൂന്നാമത്തേത് T20 മത്സരം. ഇന്ത്യ US-ന്റെ ഈ മത്സരം നടന്നിട്ടുള്ളത് ന്യൂയോർക്കിലെ നോസോ കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ന്യൂയോർക്കിലെ നോസോ കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. ഈ മത്സരത്തിന് ശേഷം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം അവർ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്, അതായത് വീണ്ടും അത് പൊളിക്കുകയാണത്. എന്നാൽ ഇതിനുവേണ്ടി മുടക്കിയിട്ടുള്ള പിച്ച് അത് അവർ നിലനിർത്തുന്നുണ്ട്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഇന്റർനാഷണൽ മാസ്റ്ററുടെ പേര് ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ് ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ഇന്റർനാഷണൽ മാസ്റ്ററാണ്. ഗാന്ധിനഗറിൽ നടന്ന 2024 വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ദിവ്യ ദേശ്മുഖ് വിജയിച്ചു. ബൾഗേറിയയുടെ ബെലോസ്ലാവ ക്രാസ്റ്റോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ദിവ്യ ദേശ്മുഖ് വിജയിച്ചിട്ടുള്ളത്. ടോട്ടൽ പോയിന്റ് 11-ൽ 10 പോയിന്റ് ദിവ്യ ദേശ്മുഖ് നേടാൻ സാധിച്ചു. ഇതേ അവസരത്തിൽ ഓപ്പൺ ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് കസഖ്സ്ഥാന്റെ കാസിബെക് നോഗർബെക് ആണ്. കസഖ്സ്ഥാന്റെ കാസിബെക് നോഗർബെക് ഓപ്പൺ ടൈറ്റിലെ കിരീടം കരസ്ഥമാക്കി. അർമേനിയയുടെ മാമിക്കോൺ ഗാർബിയൻ എന്ന താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കസഖ്സ്ഥാന്റെ കാസിബെക് നോഗർബെക് വിജയിച്ചിട്ടുള്ളത്. 2024 ജൂൺ 15-ന് മുംബൈയിൽ നടക്കുന്ന 18-ാമത്തെ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രം ഏതാണ്? ബില്ലി ആൻഡ് മോളി അനോട്ടർ ലവ് സ്റ്റോറി. ബില്ലി ആൻഡ് മോളി അനോട്ടർ ലവ് സ്റ്റോറി ഇത് നാഷണൽ ജോഗ്രഫിക്കിലെ ഒരു ഡോക്യുമെന്ററിയാണ്. 18-ാമത്തെ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 15 ജൂൺ മുതൽ 21 ജൂൺ വരെ മുംബൈയിൽ നടക്കും. ഇതിലെ ആദ്യത്തെ ചിത്രമായിരിക്കുള്ളൂ ബില്ലി ആൻഡ് മോളി അനോട്ടർ ലവ് സ്റ്റോറി. ഇതേ ചിത്രം ഇതേ ദിവസം തന്നെ ഡൽഹി, കൽക്കട്ട, ചെന്നൈ, പൂനെയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇതേ ഫിലിം തന്നെ ഡൽഹിയിൽ വീണ്ടും ചെന്നൈയിലും കൊൽക്കത്തയിലും പൂനെയിലും പ്രദർശിപ്പിക്കും. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 129-ാം റാങ്ക്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച 12 ജൂണിന് പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് ആണ് 129. അതായത് ഇന്ത്യയിലെ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വരുമാനത്തിന്റെ വ്യത്യാസം വളരെയധികം കൂടുതലാണ്. ഇതനുസരിച്ച് ഇപ്പോഴത്തെ റേറ്റ് പറയുമ്പോൾ 100 രൂപയാണ് ഒരു പുരുഷന്മാരുടെ വരുമാനമെങ്കിൽ ഒരു ദിവസം സ്ത്രീകളുടെ ആണെങ്കിൽ 40 രൂപയാണ്. ആ ഒരു ഗ്യാപ്പ് ആണ് ഇന്ത്യയുടെ റാങ്ക് 129ലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ഒരു പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഇതിൽ 146 രാജ്യങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. ഈ 146 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 129ാമത്തെ റാങ്ക്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യം അത് ഐസ്ലാൻഡ് ആണ്. അതായത് അവിടെ ജെൻഡർ ഗ്യാപ്പ് വളരെ വളരെ കുറവാണ്. തൊട്ടുപുറകെ വരുന്ന രാജ്യങ്ങളാണ് ഫിൻലാൻഡും നോർവേയും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്?
ജ്യോതി വിച്ച്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ജ്യോതി വിച്ചിനെ അപ്പോയിന്റ് ചെയ്തു. ഈ കഴിഞ്ഞ ജൂൺ 11 തീയതിയായിരുന്നു ജ്യോതി വിച്ചിനെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ അവർ അഡീഷണൽ ഡയറക്ടർ ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു. 1993 ജ്യോതി വിച്ച് FICCയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ഒരു സർക്കാരിതര ട്രേഡ് അസോസിയേഷനും അഭിഭാഷക ഗ്രൂപ്പാണ്. ഇതിന്റെ നിലവിലുള്ള പ്രസിഡന്റ് ആണ് മഹീന്ദ്രയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അനീഷ് ഷാ. ഇപ്പോൾ FICCI എന്നാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതിലെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ജ്യോതി വിച്ച്. പ്രസിഡന്റ് ആണെങ്കിൽ ഡോക്ടർ അനീഷ് ഷാ. ഇന്നലെ ജൂൺ 13 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, എല്ലാ വർഷവും ലോക ബാലവേല വിരുദ്ധ ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം 12 ജൂൺ. എല്ലാ വർഷവും ജൂൺ 12 തീയതിയാണ് വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആയിട്ട് ആചരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തീം ആയിരുന്നു ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതയിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതായിരുന്നു 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ തീം. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 3ാം തവണ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പേര് അജിത് ഡോവൽ. ഇന്ത്യയും USA തമ്മിലുള്ള ആദ്യ ക്രിക്കറ്റ് മത്സരം ഏത് ഫോർമാറ്റിലാണ് നടന്നത്? T20 ഫോർമാറ്റ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഇന്റർനാഷണൽ മാസ്റ്ററുടെ പേര് ദിവ്യ ദേശ്മുഖ്. 2024 ജൂൺ 15 മുംബൈയിൽ നടക്കുന്ന 18ാമത് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രം ഏതാണ്? ബില്ലി ആൻഡ് മോളി എൻ ഓട്ടർ ലവ് സ്റ്റോറി. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 129ാം റാങ്ക്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ജ്യോതി വിച്ച്. ഇന്ന് ജൂൺ 14 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലീസസ് ദി ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇൻഡെക്സ് DPI ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക പുറത്തിറക്കുന്ന സ്ഥാപനം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.